പത്തനംതിട്ടയിൽ 60-ലേറെ പേർ 5 വർഷത്തിനിടെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന 18 വയസ്സുകാരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടരുന്നു. CWCക്ക് നൽകിയ പരാതിയിലാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. മൊഴി നേരിട്ട് പത്തനംതിട്ട SP കൈമാറിയതിന് പിന്നാലെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. പരാതിയിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സാണ്. 2 കൊല്ലമായുള്ള പീഡന വിവരങ്ങളാണ് CWC വഴി പോലീസിന് ലഭിച്ചത്. കായിക താരമായ പെൺകുട്ടിയെ ചൂഷണം ചെയ്തവരിൽ പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും സമീപവാസികളും വരെ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 64 പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുക്കുകയും ശിശുക്ഷേമ സമിതിക്ക് മുൻപാകെ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 40 പേർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഒരു പെൺകുട്ടിയെ ഇത്രയധികം പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായിട്ടുള്ള സംഭവം അത്യപൂർവമാണ്. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും സമീപവാസികളും ലൈംഗികമായി ചൂഷണം ചെയ്തവരിൽ ഉൾപ്പെടുന്നുണ്ട്. കുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ, അതായത് 2019 മുതൽ പീഡനം ആരംഭിച്ചതായാണ് പെൺകുട്ടിയുടെ മൊഴി. ആൺ സുഹൃത്ത് പീഡിപ്പിക്കുകയും പിന്നീട് സുഹൃത്തുക്കൾക്ക് കൈമാറുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരം. മറ്റൊരു പീഡന കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പ്രതിയും പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയവരുടെ കൂട്ടത്തിലുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ലൈംഗിക ചൂഷണത്തിനെതിരായി ക്ലാസ്സിൽ നൽകിയ കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി ദുരനുഭവം പങ്കുവച്ചത്. തുടർന്ന് മഹിളാ സമാഖ്യ സൊസൈറ്റി വഴി CWCയിലേക്ക് എത്തുകയായിരുന്നു. സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ വിശദമായ വിവരങ്ങളും പീഡനം സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കാനായിരുന്നു ആദ്യഘട്ട ശ്രമം. തുടർന്ന് സൈക്കോളജിസ്റ്റ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ CWC പോലീസിന് നിർദ്ദേശം നൽകിയത്. പീഡന കാലയളവിൽ പെൺകുട്ടിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിതാവിന്റെ ഫോൺ രാത്രികാലങ്ങളിൽ കുട്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു. പീഡിപ്പിച്ചവരിൽ ചിലർ പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിലേക്കാണ് വിളിച്ചിരുന്നത്. ഇതിൽ 32 പേരുകൾ ഫോണിൽ സേവ് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പീഡനം നടന്ന കാലത്ത് കുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പുറത്തെത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ട ചിലരും പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുകയും പൊതുവിടത്ത് വെച്ചും സ്കൂളിൽ വെച്ചും വീട്ടിലെത്തിയും പീഡിപ്പിച്ചതായും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട സ്റ്റേഷനിലും മറ്റൊരു സ്റ്റേഷനിലുമായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ പെൺകുട്ടിയെ ഒപ്പം കൊണ്ടുപോയി പീഡിപ്പിച്ച ഇടങ്ങളിലെ സ്റ്റേഷനുകളിലും കേസ് രജിസ്റ്റർ ചെയ്യും. ശിശുക്ഷേമ സമിതിയോട് പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിലാണ് 40 പ്രതികൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ഇരയും മാതാവും ഹാജരായി. അസ്വാഭാവിക കേസാണെന്ന് മനസ്സിലാക്കിയതോടെ കൂടുതൽ വിവരങ്ങൾ തേടി. ഉപയോഗിച്ചിരുന്ന ഫോൺ രേഖകളിൽ നിന്നാണ് 40ഓളം പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഉന്നത പോലീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ SHOമാരുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ കേസ് അന്വേഷിക്കും. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നും പോലീസ് പറഞ്ഞു.